അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വൈബ്സ് തിഷാന. അൽഹംദുലില്ലാ, മക്കയിൽ നിന്ന് ഉംറയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മദീനയിലെത്തി. മദീനയിൽ നിന്ന് പിന്നെ ഞങ്ങൾ ആദ്യമായിട്ട് പോയത് മസ്ജിദുൽ ഖുബ എന്ന പള്ളിയിലോട്ടാണ്. ഒരുപാട് ചരിത്ര പ്രാധാന്യങ്ങളുള്ള പള്ളി കൂടിയാണ് മസ്ജിദുൽ ഖുബ. പ്രവാചകനായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് ഖുറൈശികളുടെ പീഡനങ്ങളാൽ, ഖുറൈശികളുടെ ദ്രോഹത്താൽ സഹിക്കിട്ട് മദീനയിലേക്ക് ഹിജ്റ പോവുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒട്ടകം മുട്ടുകുത്തിയെടുത്ത് ആദ്യമായിട്ടൊരു പള്ളി നിർമ്മിക്കുകയും ചെയ്തു. ആ പള്ളിയാണ് മസ്ജിദുൽ ഖുബ എന്നറിയപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വത്തിൽ മദീനയിൽ ആദ്യമായിട്ട് പണിത പള്ളി കൂടിയാണ് മസ്ജിദുൽ ഖുബ. ഒരുപാട് ചരിത്ര പ്രാധാന്യങ്ങളുള്ളൊരു പള്ളി കൂടിയാണിത്. അന്നത്തെ കാലത്തേക്കാൾ ഒരുപാട് മാറ്റങ്ങൾ ഇന്ന് ഈ പള്ളിക്ക് സംഭവിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ, ഇവിടെ എത്താൻ ഞങ്ങൾക്ക് സാധിച്ചു. ഇവിടെ നിന്ന് ആരെങ്കിലും 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ ഒരു ഉംറ ചെയ്തതിൻ്റെ പ്രതിഫലമാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത് പണി കഴിപ്പിച്ച മസ്ജിദുൽ നബവിയിൽ നിന്നും എല്ലാ വെള്ളിയാഴ്ചയും ഈ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വരാറുണ്ടായിരുന്നു എന്ന് ചരിത്രങ്ങളിൽ കാണാം. അൽഹംദുലില്ലാ, ഈ പള്ളിയുടെ മുറ്റത്ത് നിൽക്കുമ്പോൾ മനസ്സിന് എന്തെന്നില്ലാത്ത സന്തോഷവും അതുപോലെ തന്നെ ഒരു സമാധാനവും കുളിരൊക്കെയാണ്. മസ്ജിദുൽ ഖുബ പള്ളി വെളുത്ത നിറത്തിലാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. നല്ല ഭംഗിയാണ് കാണാൻ. രാത്രിയിലാണ് ഞങ്ങൾ അവിടെ എത്തിയിരുന്നത്. സ്ത്രീകൾക്കും പള്ളിയുടെ അകത്ത് നിന്ന് പ്രവേശിച്ച് നിസ്കരിക്കാമെന്നുള്ളത് ഈ പള്ളിയുടെ ഒരു പ്രത്യേകതയാണ്. മാത്രമല്ല, കുട്ടികളുണ്ടെങ്കിൽ, ചെറിയ മക്കളുണ്ടെങ്കിൽ സ്ത്രീകളുടെ കൂടെ മക്കളെ പള്ളിയുടെ അകത്തേക്ക് പ്രവേശിപ്പിക്കില്ല. ഞാൻ മോളെ എൻ്റെ കൂടെയല്ല, മോളെ ഇക്കാര്യത്തെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ നമസ്കരിക്കാൻ പോയത്. ഒരുപാട് സൗകര്യങ്ങളുള്ള പള്ളിയാണ്. ഈ പള്ളിയുടെ തുടർക്കാലത്ത്, അതായത് ഈ പള്ളി നിർമ്മിച്ച സമയത്ത് ഇത്രയധികം സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. പിന്നീട് പുനർനിർമ്മിച്ചിട്ടാണ് ഇന്നത്തെ രീതിയിലുള്ള മസ്ജിദായിട്ട് വന്നിട്ടുള്ളത്. ഇന്ന് ഒരുപാട് ആധുനിക സൗകര്യങ്ങൾ ഈ പള്ളിയിലുണ്ട്. വുളൂ ചെയ്യാനാണെങ്കിലും നമസ്കരിക്കാനാണെങ്കിലും വിശാലമായിട്ടുള്ള സ്പേസ് ഇവിടെയുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകൾക്കും പള്ളിയുടെ അകത്ത് കയറി നമസ്കരിക്കുക ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ പോയാലും അധികം നഷ്ടം വരത്തില്ല. ഇവിടെ വന്ന് നമസ്കരിക്കുമ്പോഴും ദുആ ചെയ്യുമ്പോഴുമുള്ള ഒരു ആത്മസംതൃപ്തിയും സന്തോഷവും ഒരുപാട് വലുതാണ്. നമുക്ക് ചിന്തിച്ചാൽ അറിയാം, നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് ഖുറൈശികളുടെ ദ്രോഹത്താൽ വരുമ്പോൾ മദീന നിവാസികൾ കാത്തു നിൽക്കുകയും നബിനെ വരവിനെ കാത്തു നിൽക്കുകയായിരുന്നു എന്നൊക്കെ നമുക്ക് ചരിത്രങ്ങളിൽ കാണാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വത്തിൽ ആദ്യമായിട്ട് പണിത പള്ളിയാണ്. അപ്പോൾ പള്ളിയുടെ ശ്രേഷ്ഠത നമുക്ക് മനസ്സിലാക്കാം. ഇവിടുന്ന് നമസ്കരിച്ചാൽ ഉംറ ചെയ്തതിൻ്റെ പ്രതിഫലമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം ഇവിടുന്ന് നിസ്കരിച്ചാൽ പുണ്യം നമുക്ക് മനസ്സിലാക്കാം. അത്രത്തോളം പ്രത്യേകതയുള്ള പള്ളിയാണ്. അപ്പോൾ എല്ലാവരും വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. മദീനയിലേക്ക് വരുമ്പോൾ ഈ പള്ളി വിസിറ്റ് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക. എല്ലാവർക്കും ഇവിടെ വന്ന് നമസ്കരിക്കാനും ഈ പള്ളി കാണാനും ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇൻഷാ അല്ലാഹ് മദീനയിലെ മറ്റു വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാവണേ. താങ്ക് യു ഫോർ വാച്ചിങ്.